ഇന്ന് കൊച്ചിയിൽ നിന്ന് ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ഈ പേപ്പറിന്റെ യൂണിറ്റ് 5 പാർലമെന്ററി ആൻഡ് പ്രസിഡൻഷ്യൽ ടൈപ്പ് ഓഫ് സിസ്റ്റം, അതായത് ഗവൺമെന്റിന്റെ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരാമർശിക്കാൻ പോകുന്നത്. അതായത് രണ്ട് ഡെമോക്രസിയിൽ തന്നെ രണ്ട് ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡെമോക്രസി ഉണ്ട്. അപ്പൊ ഇതിനെ വന്നിട്ട് നമ്മൾ പാർലമെന്ററി ലെവലിലുള്ള ഗവൺമെന്റ് ഉണ്ട്, പ്രസിഡൻഷ്യൽ ലെവലിലുള്ള ഗവൺമെന്റ് ഉണ്ട്. ഇതിൽ എന്തൊക്കെയാണ് പാർലമെന്റിൽ വരുന്നത്, എങ്ങനെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പരാമർശിച്ച് പോകുന്നത്. അതായത് ലെജിസ്ലേച്ചർ, അതേമാതിരി എക്സിക്യൂട്ടീവ്, ഇത് രണ്ടുമാണ് വളരെ കീ ആയിട്ടുള്ള ഡിബേറ്റ് ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസിൽ. ഇവരുടെ പവേഴ്സ് എന്തൊക്കെയാണ്? നിയമം ഉണ്ടാക്കിയാണ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ആ അസംബ്ലിയിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ. പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കൗൺസിൽ ഉണ്ട്, അവരാണ് ഈ നിയമത്തിനെ നടപ്പിലാക്കുന്നവർ. അപ്പൊ വേരിയബിൾ എന്താന്ന് വെച്ചാൽ ഈ രണ്ട് റിലേഷൻഷിപ്പിലുള്ള വേരിയബിൾ, രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ്, ഇതിന്റെ വ്യത്യാസങ്ങളാണ് കമ്പാരിറ്റീവ് ആയിട്ട് നമ്മൾ കോംപ്രിഹെൻസീവ് ആയിട്ട് ഇന്ന് പറയാൻ പോകുന്നത്. ഇത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്സും അതേമാതിരി പൊളിറ്റിക്കൽ സിസ്റ്റം എന്തൊക്കെയാണ്, പാർലമെന്റില് ഗവൺമെന്റിൽ എങ്ങനെയാണ് ഫോർമേഷൻ വരുന്നത്, അതേമാതിരി പ്രസിഡൻഷ്യൽ ഗവൺമെന്റ് എങ്ങനെ വരുന്നു, അവരുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു പോകാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഏറ്റവും അർത്ഥവത്തായ മീനിങ് എന്താണ്, പാർലമെന്ററി സിസ്റ്റത്തിന്റെ മീനിങ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് ബ്രാഞ്ചസ് ഉണ്ട് ഗവൺമെന്റില്. നമ്മളുടെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇത് മൂന്നുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ JW ഗാർണർ 52 ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. അതായത് അവിടെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റില് ആ സിസ്റ്റത്തില് റിയൽ എക്സിക്യൂട്ടീവ് ആരാണ്, ദ ക്യാബിനറ്റ് ആരാണ്, മിനിസ്ട്രി എന്താണ്, ഇമ്മീഡിയറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലീഗലായിട്ടോ ആരെ ഇതിനോട് റെസ്പോൺസിബിൾ ആയിരിക്കും, ഏത് ബ്രാഞ്ചിനോട് റെസ്പോൺസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പോളിസീസ് ആരാണ് എടുക്കുന്നത്, ആരായിരിക്കും തലപ്പത്തിരിക്കുന്ന. നോമിനൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് തലപ്പത്തുള്ളവരാണ്. അവര് പേരിന് മാത്രമേ ഉള്ളൂ, പൊസിഷൻ വൈസ് അല്ലെങ്കിൽ വർക്ക് വൈസ് അവർക്ക് ഡ്യൂട്ടി കുറവായിരിക്കും, അല്ലെങ്കിൽ അവര് അതിനെക്കാട്ടിലും കുറവായിരിക്കും പ്രൈം മിനിസ്റ്ററെക്കാട്ടിലും. അപ്പൊ ഈ ഫോം ഓഫ് ഗവൺമെന്റ് ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്ത് ബ്രിട്ടനിലാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള രാജ്യങ്ങൾ, ഇന്ത്യ നമ്മളുടെ ഫ്രീഡത്തിന് ശേഷം പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് എടുത്തിട്ടുള്ളത്. അതേമാതിരി ജപ്പാൻ, ജർമ്മനി, ഇറ്റലി, സ്വീഡൻ, കാനഡ, ന്യൂസിലാൻഡ്, ഇസ്രായേൽ ആൻഡ് ഓസ്ട്രേലിയ. അപ്പോൾ ഇവിടെ ഈ പാർലമെന്ററി സിസ്റ്റത്തില് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു അതായത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റും പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റിലും ചില ഫാക്ടേഴ്സ് വ്യത്യാസമുണ്ട്. ആദ്യമായിട്ട് പറയുമ്പോൾ ഒന്നാമത്തെ വ്യത്യാസം 2 എക്സിക്യൂട്ടീവ് ഹെഡ് ഉണ്ടാവും. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഈ ഫ്യൂഷൻ ആണ്, എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിലുള്ള ഫ്യൂഷൻ. മൂന്നാമത് പറയുകയാണെങ്കിൽ കളക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. നാലാമത് പറയുകയാണെങ്കിൽ ലീഡർഷിപ്പ്, ആ പറയുന്ന ഗവൺമെന്റിന്റെ ലീഡർഷിപ്പ്. അഞ്ചാമത് പറയുകയാണെങ്കിൽ ഫിക്സഡ് ടേംസിന്റെ ആബ്സെൻസ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട്. അപ്പോൾ ആദ്യമായിട്ട് പറയുമ്പോൾ 2 എക്സിക്യൂട്ടീവ് ഹെഡ് ഉണ്ട് പാർലമെന്ററി സിസ്റ്റത്തിൽ. ആരാണ് ഈ 2 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, പിന്നൊന്ന് ഹെഡ് ഓഫ് ദ ഗവൺമെന്റ്. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇവിടെ സിംബോളിക് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ്. അതായത് അത് നമ്മളുടെ രാഷ്ട്രപതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ആണായാലും പെണ്ണായാലും ഒരു സ്റ്റേറ്റിന്റെ കംപ്ലീറ്റ് ഒക്കെ ഇന്ത്യയുടെ തലപതി, ജനസംഖ്യയുള്ള കംപ്ലീറ്റ് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഒരു പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ഇല്ല, ഫോർമൽ അല്ല, സിംബോളിക് ആണ്, സെറിമോണിയൽ ആയിട്ടുള്ള പവറാണ് ഈ ഹെഡിന് വരുന്നത്.
അതേസമയം ഹെഡ് ഓഫ് ദ കാരണം ഈ ഹെഡ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആയിട്ടും വരും, ഇലക്റ്റീവ് ആയിട്ടും വരും. പക്ഷെ ഇന്ത്യയിൽ ഇലക്റ്റീവ് ആയിട്ടാണ് വരുന്നത്. അതേസമയം UK നമ്മൾ കാണുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ അധികാരം അവരുടെ മൊണാർക്കി ഉണ്ട്. അവിടെ മൊണാർക്കി എന്നുള്ള ആ സിസ്റ്റം, ക്വീൻ എലിസബത്ത് ആയിരുന്നു മൊണാർക്ക്. ഇപ്പോ അവരുടെ മകനായ ചാൾസ് ആണ് മൊണാർക്ക്. കിങ് എന്നുള്ള ആ മൊണാർക്കിക്കൽ ഫോം ഓഫ് ഗവൺമെന്റിനെ അവർ റെസ്പെക്ട് ചെയ്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്ക് എന്ന പദം ഉപയോഗിക്കുന്നു. കാരണം അവിടെ മൊണാർക്കിന്റെ ആ സ്ഥാനമാനങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുന്നില്ല. അത് അച്ഛനിൽ നിന്ന് മകൾക്ക് നിന്ന് മകനെ ഇങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് സക്സഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കിങ്ഷിപ്പ് അല്ലെങ്കിൽ ക്വീൻ ഇതിനെ അവര് കളയുന്നിട്ടില്ല. പക്ഷെ രാജ്യത്തിന് UK രാജ്യത്തിന്റെ പോളിസികൾ എല്ലാം എടുക്കുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. അവർ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആണ്. ഇതേ ഫോർമാറ്റ് ആണ് നമ്മളുടെ ഇന്ത്യയിലെ ഫ്രീഡം കിട്ടിയ ശേഷം നമ്മൾ ഇതേമാതിരിയുള്ള പാർലമെന്ററി സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്തത്. അപ്പൊ ഫോളോ ചെയ്ത് വരുമ്പോൾ നമുക്കും ഒരു പ്രസിഡന്റ് ഉണ്ട്. ആ പ്രസിഡന്റ് നോൺ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആണ്. ആ പ്രസിഡന്റ് എൻജോയ് ചെയ്യുന്ന വർക്കുകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ എല്ലാവിധ സെറമോണിയൽ ഫങ്ഷൻസിലും ഗവൺമെന്റിന്റെ ഹെഡ് ഓഫ് ദ ഗവൺമെന്റിനെ അപ്പോയിന്റ് ചെയ്യുക. ഡ്യൂട്ടിയാണ് ഞാൻ ഈ പറയുന്നത്. പ്രൈം മിനിസ്റ്റർ നമ്മളുടെ രാഷ്ട്രപതിയുടെ സെറമോണിയൽ ഫങ്ഷൻസ് തുടങ്ങുക. അതല്ലെങ്കിൽ ഗവൺമെന്റ് ഇലക്ഷന് ശേഷം ഗവൺമെന്റ് ഫോർമേഷൻ വരുമ്പോൾ ആ സുപ്രീം ആയിട്ടുള്ള അല്ലെങ്കിൽ മെജോറിറ്റി കിട്ടിയ പാർട്ടിയുടെ ലീഡറെ വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയാണ് ഗവൺമെന്റ് ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം ബാക്കിയുള്ള മിനിസ്റ്റേഴ്സിനെയും ഒഫീഷ്യൽസിനെയും വിത്ത് ദ കൺസൾട്ടേഷൻ കൊടുക്കുന്നു. ഇതുകൂടാണ്ട് ലെജിസ്ലേഷൻ ഡ്യൂട്ടീസും ട്രീറ്റീസ് സൈൻ ചെയ്യുന്നതൊക്കെ രാഷ്ട്രപതി. അപ്പോ ഇവിടെ വരുന്നത് വേൾഡ് അഫയേഴ്സില് ഒരാൾക്ക് ഓണർ കൊടുക്കണമെങ്കിൽ അത് രാഷ്ട്രപതിയാണ് കൊടുക്കുന്നത്. അതേമാതിരി പുറം നാടുകളിൽ നിന്ന് വരുന്ന അംബാസഡറെ മീറ്റിംഗ് വരുന്നുണ്ട് ഇന്ത്യയില്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സെറിമോണിയൽ നേച്ചറിലൊക്കെ പവേഴ്സ് ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആണ് വരുന്നത്. അന്ന് അവർ വരുന്നു, ഹെഡ് ഓഫ് സ്റ്റേറ്റ് വരുന്നു, അതേമാതിരി തന്നെ ഹെഡ് ഓഫ് ഗവൺമെന്റ് വരും. അതേസമയം ആരാണ് ഹെഡ് ഓഫ് ഗവൺമെന്റ്? അതാണ് ഇന്ന് ഞാൻ പറഞ്ഞത് 2 heads എന്ന്. ഹെഡ് ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ലീഡർ. ഏത് പാർട്ടിക്കാണോ എലക്ഷനിൽ ഏറ്റവും അധികം നമ്പർ ഓഫ് സീറ്റ്സ് കിട്ടിയിട്ടുള്ളത് അവരാണ്, ആ പൊളിറ്റിക്കൽ ലീഡറാണ് ഗവൺമെന്റ് ഫോം ചെയ്യേണ്ടത്. അതിനുശേഷം റിയൽ എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോ ഈ ഗവൺമെന്റ് ആണ് ഹെഡ് ഓഫ് ദ ഗവൺമെന്റ്. ദാറ്റ് മീൻസ് ദ പ്രൈം മിനിസ്റ്റർ. ദ പ്രൈം മിനിസ്റ്റർ ആണ് ഡിസിഷൻ മേക്കിംഗ് എല്ലാം ചെയ്യുക. അതേമാതിരി പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റീസ് കൂടുതൽ പ്രസിഡന്റിനെ കാട്ടിലും നമ്മളുടെ പ്രൈം മിനിസ്റ്റർക്കാണ് ചുമതല കൂടുതൽ വരുന്നത്. അപ്പൊ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഇന്ത്യയിൽ നമ്മൾ വിളിക്കുന്നത് പ്രൈം മിനിസ്റ്റർ എന്ന്. ബ്രിട്ടനിലും പ്രൈം മിനിസ്റ്റർ ആണ്, ഓസ്ട്രേലിയയിലും ജപ്പാനിലും പ്രൈം മിനിസ്റ്റർ ആണ്. അതേസമയം ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും ആ പെർട്ടിക്കുലർ പേഴ്സനെ ചാൻസലർ എന്നാണ് പറയുക. അതേസമയം മിനിസ്റ്റർ പ്രസിഡന്റ് എന്നാണ് നെതർലാൻഡ്സിൽ അവർ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ഈ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിലുള്ള ഒരു ഫ്യൂഷൻ ആണ്. പാർലമെന്ററി സിസ്റ്റത്തില് ഇങ്ങനെ ക്ലിയർ കട്ട് സെപ്പറേഷൻസ് വന്നിട്ടില്ലെങ്കിൽ കൂടിയും ഇതൊന്ന് ഒരുമിച്ച് മെർജ് ആവുന്നുണ്ട്. ഈ മെർജായി വരുമ്പോ എല്ലാ ഓർഗൻസും, രണ്ട് എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്ററും എക്സിസ്റ്റ് ചെയ്യുന്ന പാർലമെന്ററി സിസ്റ്റത്തില് അത് മെർജായി വരുന്നു. ആദ്യം നമ്മൾ കാണുന്നത് എക്സിക്യൂട്ടീവ് ആണ്. ക്യാബിനറ്റ് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതിൽ വരുന്നത് പ്രൈം മിനിസ്റ്ററും വരും. ഇതിനെ എങ്ങനെ എടുക്കുന്നു വെച്ചാൽ അവർക്ക് അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇലക്ഷൻസും ഉണ്ട്. അപ്പൊ ഇതിന് ശേഷം ഗവൺമെന്റ് ഫോർമേഷന് ശേഷം പ്രൈം മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ഒരു വോട്ട് ഓഫ് കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, അവർക്ക് സെക്യൂർ ചെയ്യുന്നുണ്ട് ലെജിസ്ലേച്ചർ. ഏത് പാർട്ടിക്ക് വോട്ട് ഓഫ് കോൺഫിഡൻസിൽ മെജോറിറ്റി മെമ്പേഴ്സ് ലെജിസ്ലേച്ചറിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ
ആ പുതിയ പ്രൈം മിനിസ്റ്ററും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും കണ്ടിന്യൂ ചെയ്യും. ഇനി അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് പാസ് ചെയ്യാൻ പറ്റില്ല. ലെജിസ്ലേറ്റീവ് പ്രപ്പോസൽസ് മെജോറിറ്റി മെമ്പേഴ്സ് ലെജിസ്ലേറ്റർ നിയമസഭയിലുള്ള എല്ലാ മെമ്പേഴ്സും മാക്സിമം സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അവർക്ക് ഏത് ആക്ടിവിറ്റീസും നടത്തുള്ളൂ. ഇനി മെമ്പേഴ്സ് ഓഫ് എക്സിക്യൂട്ടീവ് എന്താ ചെയ്യുക വെച്ചാൽ പർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്നാണ് അവർ പറയാ. അവര് നിയമസഭയോട് അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവര് നിയമസഭയുടെ എല്ലാവിധ ഡിപ്പാർട്ട്മെന്റിലും അവർക്ക് ചോദിക്കുന്നതിന് ഉത്തരം പറയേണ്ടി വരും. അതേമാതിരി മെമ്പേഴ്സ് ഓഫ് എക്സിക്യൂട്ടീവിലും ഇതേമാതിരി തന്നെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോ തേർഡായിട്ട് പറയുകയാണെങ്കിൽ, മൂന്നാമത് പറയുകയാണെങ്കിൽ, ഈ നിയമസഭയെ വേണമെങ്കിൽ ഗവൺമെന്റിനെ പവറിൽ നിന്ന് മാറ്റാം. എങ്ങനെയാന്ന് വെച്ചാല് ആ പ്രസന്റ് ഗവൺമെന്റിനെ, അതായത് ഏത് ലീഡറാണോ ഏത് പാർട്ടിയാണോ ലീഡ് ചെയ്യുന്നത് ആ ഗവൺമെന്റിനെ മാറ്റാൻ പറ്റും. പക്ഷെ അവിടെ അവരുടെ കണ്ടീഷൻ ഇതാണ്, ഒരു ടേമിന് മുമ്പ് നോൺ കോൺഫിഡൻസ് മോഷൻ പാസ്സാക്കണം. പാസ്സാക്കിയിട്ട് അതിൽ മെജോറിറ്റി കിട്ടിയാൽ അവർ കണ്ടിന്യൂ ആവും, ഇല്ലെങ്കിൽ അവർ പുറത്തു പോകും. അങ്ങനെയാണ് ഗവൺമെന്റിനെ തകർക്കാൻ പറ്റുക. ഇനി പ്രൈം മിനിസ്റ്ററിന് മാത്രം ഒരു പവർ ഉണ്ട് ഡിസോൾവ് ചെയ്യാനും. അതായത് ഈ നിയമസഭയെ അതിന്റെ സമയം തീർന്നതിന് മുമ്പ്, അതിന്റെ 5 കൊല്ലം, ഇന്ത്യയിൽ 5 കൊല്ലമാണ് നിയമസഭ, അത് തീർന്നതിന് മുമ്പ് എക്സ്പയറി ആക്കാനും അല്ലെങ്കിൽ അത് ഡിസോൾവ് ചെയ്യാനും പുതിയൊരു ഇലക്ഷൻ നടത്താനും പ്രൈം മിനിസ്റ്റർക്ക് അധികാരമുണ്ട്. ഇനി എന്താണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി? കളക്റ്റീവ് എന്ന് വെച്ചാൽ ഒരുമിച്ച്, കൂടുതൽ ഒരുമിച്ചുള്ള റെസ്പോൺസിബിലിറ്റി. ഇത് വളരെ പാർലമെന്ററി സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ എന്താ വെച്ചാൽ ഈ മിനിസ്റ്റേഴ്സ് എല്ലാം കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് ലെജിസ്ലേച്ചറിനെയാണ്. അപ്പോൾ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഈക്വൽ റെസ്പോൺസിബിൾ ആണ് എല്ലാ ആക്ഷനും. അതേമാതിരി മിനിസ്റ്റേഴ്സ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾക്കും പോളിസികൾക്കും ഒരു ഡിസിഷൻ എടുക്കുന്നതും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും എല്ലാത്തിലും നിയമസഭയുടെ ഉത്തരം പറയേണ്ട ഒരു കാര്യമുണ്ട്, ഉത്തരം പറയേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇതിനെ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആരാണോ ആ ഗവൺമെന്റിന്റെ ഡിസിഷൻസിനെ സപ്പോർട്ട് ചെയ്യാത്തത്, അതേമാതിരി പബ്ലിക്കിന് എഗെയിൻസ്റ്റ് ആയിട്ടാണെങ്കിൽ അവര് റിസൈൻ ചെയ്യണം. ആ മിനിസ്റ്റർ ഓഫ് ആ പർട്ടിക്കുലർ മിനിസ്റ്റർ റിസൈൻ ചെയ്ത കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റിസൈൻ ചെയ്ത് പോകണം. അപ്പൊ ഇങ്ങനെ ഒരു എൻകറേജ്മെന്റ് ബാലൻസ് ചെയ്യുന്നതും മോഡറേഷന് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം സർവൈവൽ ചെയ്യണം, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ക്യാബിനറ്റ് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഉദ്ദേശം. ഈ ഉദ്ദേശത്തിൽ കോയലേഷൻ ഗവൺമെന്റ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ ക്യാബിനറ്റ് മെമ്പേഴ്സിന് പല പാർട്ടിയിൽ ക്യാബിനറ്റ് കോയലേഷൻ ഗവൺമെന്റ് എന്ന് വെച്ചാൽ 2-3 പാർട്ടികൾ ഒരുമിച്ച് വന്നിട്ട് ഫോം ആവുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ്. അങ്ങനെ വരുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി അവർക്ക് ഇഷ്ടപ്പെടാത്തത് വന്നു കഴിഞ്ഞാൽ, ഈ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ അവരെന്താ ചെയ്യാട്ടെ, അവരുടെ സപ്പോർട്ട് വിഡ്രോ ചെയ്യും. അപ്പോൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഗവൺമെന്റിന്റെ കൊളാപ്സ് ആവാനുള്ള ചാൻസസും ഉണ്ട്. പലവിധമായ പാർട്ടി മെമ്പേഴ്സ് ആണ് കോയലേഷൻ ഗവൺമെന്റിൽ ഉള്ളെങ്കിൽ. അപ്പൊ ഈ നമ്മൾ പറയുന്നത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിനെ പറ്റിയാണ്. അപ്പൊ കളക്റ്റീവ് ഒരുമിച്ചുള്ള എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസിപ്ലിൻ ആയിട്ട് ഗവൺമെന്റ് ബാലൻസോടെ മോഡറേഷനോടുകൂടി നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇനി ലീഡർ, ആരാണ് ലീഡർ ആയിട്ട് വരിക? അതായത് ഗവൺമെന്റിന്റെ ലീഡർഷിപ്പ് ലീഡ് ചെയ്യുന്നത് ഏത് പാർട്ടി ആയിരിക്കും? പാർലമെന്റിലെ ഡേ ടു ഡേ അഫയേഴ്സ് ഒക്കെ നോക്കുന്നത് പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ ചാൻസലറോ ആണ്. അവിടെ ലീഡർ എന്നുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ലീഡർ ഉള്ള നിലയിലും ലെജിസ്ലേച്ചറിൽ, അതായത് നിയമസഭയിലും മെജോറിറ്റി ഉള്ള പാർട്ടിയാണ് പ്രൈം മിനിസ്റ്റർ എന്നുള്ള പൊസിഷനിലേക്ക് വരിക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിലെ പവർഫുൾ ആക്ട് ചെയ്യേണ്ടതും പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ ഇവിടെ അഡ്വൈസ് ചെയ്യുന്ന പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസോട് കൂടി ബാക്കിയുള്ള ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, അതായത്
പ്രസിഡന്റ് ബാക്കിയുള്ള മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു ഇൻ കൺസൾട്ടേഷൻ വിത്ത് പ്രൈം മിനിസ്റ്റർ. അതേമാതിരി സെൻട്രൽ ഗവൺമെന്റിലെ അലോക്കേഷൻസ്, റീഷഫിളിംഗ് പോർട്ട്ഫോളിയോസ്, മിനിസ്റ്റേഴ്സിന്റെ പോർട്ട്ഫോളിയോസ്, ഡിസ്മിസിങ് ദ മിനിസ്റ്റർ, സമൻസ് അയക്കുക, പ്രോഗ്രസീവ് ആയിട്ടുള്ള സെഷൻസ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യുക, നിയമസഭ വേണ്ടെങ്കിൽ ഡിസോൾവ് ചെയ്യുക. ഇതൊക്കെ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് റിയൽ ആയിട്ട് എൻജോയ് ചെയ്യുന്ന പ്രാക്ടീസ് ആണ്. പക്ഷെ ഇവിടെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് അവിടെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഒരു നിയമസാധ്യത അല്ലെങ്കിൽ ഒരു ഡമ്മി ആയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ആണ് പൊട്ടൻഷ്യൽ ആയിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഇൻ പാർലമെന്ററി സിസ്റ്റം. അപ്പൊ എല്ലാ മാറ്റേഴ്സും പ്രൈം മിനിസ്റ്റർ എടുക്കുന്ന തീരുമാനത്തിന് ബാക്കിയുള്ളവരും റെസ്പോൺസിബിൾ ആണ്, ബാക്കിയുള്ള മിനിസ്റ്റേഴ്സും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് പവർഫുൾ ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ എത്രത്തോളം കൺട്രോളിങ് അവനവന്റെ മിനിസ്റ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം കറക്റ്റീവ് ചെയ്ത് അവരുടെ തെറ്റില്ലാണ്ട് അവരെ കൊണ്ടുപോകാൻ പറ്റുന്ന ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് നമ്മൾ പറയേണ്ടത്. ഇനി പ്രൈം മിനിസ്റ്ററുടെ പവേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, നിയമസാധ്യത അല്ലെങ്കിൽ നിയമത്തിന്റെ ലെജിസ്ലേറ്റീവ് സ്ട്രെങ്ത്, അവനവന്റെ പാർട്ടിയുടെ സ്ട്രെങ്ത് കാണിക്കണം, ഒരു യൂണിറ്റി കാണിക്കണം, പാർട്ടിക്കുള്ളിലുള്ള യൂണിറ്റി കാണിക്കണം. അതേമാതിരി തന്നെ ഒരു അപ്പോയിന്റ് ചെയ്യാനും ഒരു മിനിസ്റ്ററെ റിമൂവ് ചെയ്യാനും എക്സസൈസ് ചെയ്യാനുമുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഇത് എക്സസൈസ് ചെയ്യാനും ഗവൺമെന്റിന് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർക്ക് സാധിക്കും. ഇനി ഇന്റർനാഷണൽ ലെവലില് പ്രൈം മിനിസ്റ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് ഹോൾ ആയിട്ടുള്ള കൺട്രീനെയാണ്. അതേമാതിരി തന്നെ മീഡിയയ്ക്കും റെപ്രസെന്റേഷൻസ് കൊടുക്കുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. കാരണം മീഡിയ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടും വളരെ ക്വിക്കായിട്ടും റിയാക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. മാത്രമല്ല അവരെല്ലാത്തിനും അവരോട് ഉത്തരം പറയേണ്ടതും നമ്മളുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ റോഡ് ഹേഗ്, മാർട്ടിൻ ഹോപ്പ്, ജോൺ ഒക്കെ 3 ടൈപ്പ് പാർലമെന്ററി ഗവൺമെന്റിന്റെ ഇവാലുവേഷൻ ചെയ്ത് വരുന്നുണ്ട്. അതിൽ എന്തൊക്കെയാന്ന് വെച്ചാല്, ക്യാബിനറ്റ് ഇവാലുവേഷൻ ചെക്ക് ചെയ്ത് വരിക, ഇവാലുവേറ്റ് ചെയ്യുക, കറക്ഷൻ ചെയ്യുക. ക്യാബിനറ്റ് ഗവൺമെന്റ്, പ്രൈം മിനിസ്റ്റീരിയൽ ഗവൺമെന്റ്, മിനിസ്റ്റീരിയൽ ഗവൺമെന്റ്, ഇത് 3നെയും പറ്റി പരാമർശിക്കുന്നുണ്ട്. ക്യാബിനറ്റ് ഗവൺമെന്റിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എൻജോയ് ചെയ്യുന്ന ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി, അതേമാതിരി തന്നെ ഡിസിഷൻസ് ക്യാബിനറ്റ് മീറ്റിംഗ്സിൽ എടുത്തിട്ടുള്ളതും പ്രൈം മിനിസ്റ്റർ ആണ് അവിടെ ചെയർ ചെയ്യുന്നത്. അതായത് മീറ്റിംഗ് നടക്കുമ്പോൾ ചെയർമാനായിട്ട് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും വരിക. ഈ ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ഫിൻലാൻഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി പ്രൈം മിനിസ്റ്റർ ഗവൺമെന്റിന്റെ ഒരു മോസ്റ്റ് പവർഫുൾ ആക്ട് ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിട്ട് വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ടാണ് ഇൻഡിവിജ്വലി മിനിസ്റ്റേഴ്സിന്റെ അടുത്ത് സംസാരിക്കുന്നു. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ജർമ്മനി, അക്കൗണ്ടബിലിറ്റി എല്ലാ മിനിസ്റ്റേഴ്സിനും ജർമ്മനിയിലെ ചാൻസലറോട് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അതേമാതിരി തന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളതും ജർമ്മനിയിലെ അപ്പോയിന്റ് ചെയ്യുന്ന ചാൻസലറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ലോവർ ഹൗസ് എന്നാണ്. ആ ലോവർ ഹൗസിനെ തന്നെ ബുഡ്സ്റ്റാഗ് എന്ന് പറയാ. ആ മിനിസ്റ്റേഴ്സ് അഡ്വൈസ് ആൻസറബിൾ. ചാൻസലർ എന്ന് പറയുന്നത് ഇവിടെ പ്രൈം മിനിസ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജർമ്മനിയിലാണ് ചാൻസലർ എന്ന് വിളിക്കുന്നത്. എല്ലാ ആക്ടിവിറ്റീസും, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ആക്ടിവിറ്റീസിനും ആൻസർ ലെജിസ്ലേച്ചറിലെ നിയമസഭയിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിന്റെ ഉത്തരങ്ങൾ, മിനിസ്റ്റീരിയൽ ഗവൺമെന്റിന്റെ ഓട്ടോണമി, ഇതൊക്കെ അതായത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഹെഡ്സിനോട് ചോദിക്കാനും, അല്ലെങ്കിൽ അവര് പരാമർശം വരുമ്പോൾ അവരെ കറക്റ്റ് ചെയ്യാനും ഉള്ള പവർ ഉണ്ട്. ഇനി പാർലമെന്ററി ഗവൺമെന്റില് വേറെ മൾട്ടി പാർട്ടി കോയിലേഷൻ ഗവൺമെന്റ് ആണെങ്കിൽ അവിടെ പാർലമെന്റ് ആ ഗവൺമെന്റ് ഫോം ആയിട്ടുള്ളത് പലവിധമായ പാർട്ടികളുടെ ഒരുമിപ്പിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ആ കോയിലേഷൻ ഗവൺമെന്റിന്റെ ലീഡർ
കുറച്ച് വീക്കായിരിക്കും. കാരണം പല ഗവൺമെന്റിന്റെ പല പാർട്ടീനെയും കൂടെ ഒരുമിച്ച് നിർത്തുകയാണ്. അപ്പൊ ഈ ഒരുമിച്ച് നിർത്തുമ്പോൾ ആ വീക്ക്നെസ് എവിടെയാ വരുന്നത് വെച്ചാൽ, ഈ ഏതെങ്കിലും ഒരു പാർട്ടി ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർക്ക് ആ മിനിസ്ട്രി കൊളാപ്സ് ആവും. അതാണ് അവിടെ വീക്ക്നെസ് എന്ന് പറയുന്നത്. പക്ഷെ ഏകദേശം എല്ലാ മെജോറിറ്റി ആണ് കിട്ടി വരുന്നത്, പ്രൈം മിനിസ്റ്ററിന്റെ പാർട്ടിക്ക് തന്നെയാണ് മെജോറിറ്റി കിട്ടി വരുന്നതെന്ന് വരുമ്പോൾ, അങ്ങനെ വരുമ്പോൾ പ്രൈം മിനിസ്റ്ററിന്റെ പവർ കൂടുതലാണ്. അതാണ് നമ്മളുടെ ഇപ്പൊ മോദി ഗവൺമെന്റിലും ഇത് തന്നെയാണ് കാണുന്നത്. കാരണം മാക്സിമം സപ്പോർട്ട്, മാക്സിമം സീറ്റ്സ് എടുത്തിട്ടാണ് രണ്ടാമത്തെ 5 കൊല്ലമാണ് ഒരു സ്ഥാനം, അതിൽ രണ്ടാമത്തെ ടേമിലേക്കും വന്നത്. കാരണം അത്രത്തോളം സപ്പോർട്ട് ഉണ്ട്. ഇനി ഫിക്സഡ് ടേംസിൽ, അബ്സെൻസ് ഓഫ് ഫിക്സഡ് ടേംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പാർലമെന്ററി സിസ്റ്റത്തില് ഒരു ഫിക്സഡ് ടേമിന്റെ ഓഫീസ് ഉണ്ട്. ജനറലായിട്ട് നോക്കുകയാണെങ്കിൽ നിയമസഭ, ലോവർ ഹൗസ് റിമൂവ് ചെയ്യാൻ പറ്റും ഗവൺമെന്റിന്. അതായത് 5 കൊല്ലത്തെ ഗവൺമെന്റ് ആണെങ്കിൽ അത് മാറ്റാൻ പറ്റും. എങ്ങനെ? വോട്ട് ഓഫ് നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരണം. അപ്പോ അതേമാതിരി തന്നെ പ്രൈം മിനിസ്റ്റർക്കും ഈ നിയമസഭയെ പിരിച്ചുവിടാൻ പറ്റും. എക്സ്പയറി 5 കൊല്ലം തികയുന്നതിന് മുമ്പ് പിരിച്ചുവിടുകയും പുതിയതായിട്ട് ഒരു ഇലക്ഷൻ നടത്തണമെന്ന് ഡിസ്കഷൻ അല്ലെങ്കിൽ ഇലക്ട്രൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാനും പറ്റും. അപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സിംഗിൾ പാർട്ടി മൈനോറിറ്റി ഗവൺമെന്റും സിംഗിൾ പാർട്ടി മെജോറിറ്റി ഗവൺമെന്റും മാറി മാറി വരുന്നതുകൊണ്ടാണ് അവിടെ ഫിക്സഡ് ടേംസ് എന്നുള്ള ആബ്സെൻസ് എന്ന് വന്നത്. ഇനി ആരാണ് ഫോർമേഷൻ ഓഫ് ഗവൺമെന്റ്, അതായത് പാർലമെന്റ് സിസ്റ്റത്തിൽ ഏത് ഗവൺമെന്റ് ആണ് വരുന്നത് നോക്കാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇലക്ട് ചെയ്യുന്നതല്ല. അതായത് ലെജിസ്ലേറ്റീവ് നിയമസഭ എലക്ഷൻസ് നടക്കുന്നു. പാർലമെന്ററി സിസ്റ്റത്തില് എലക്ഷൻസ് 5 കൊല്ലത്തിൽ 4 കൊല്ലമോ 5 കൊല്ലത്തിൽ ഒരിക്കൽ നടക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്താണെങ്കിൽ എലക്ഷൻസ്, ലോക്സഭ എലക്ഷൻസ് വരുന്നത് 5 കൊല്ലം കൂടുമ്പോഴാണ്. അതേസമയം അത് ജർമ്മനിയിലാണെങ്കിൽ അത് 4 കൊല്ലമാണ് വരുന്നത്. ബുണ്ടസ്ടാഗിന്റെ എലക്ഷൻസ് 4 കൊല്ലം. അപ്പൊ ഈ നിയമസഭ ഇലക്ഷൻ, ലെജിസ്ലേറ്റീവ് ഇലക്ഷൻ കഴിഞ്ഞ് അവിടെ ബിസി ആയിട്ട് ഫോർമേഷൻ ഓഫ് ഗവൺമെന്റ് ഓർഗനൈസ് ചെയ്തു വരാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ഉദ്ദേശം എന്താ? നമ്മൾ ഏത് സിംഗിൾ പാർട്ടിയാണോ ജയിച്ചു വരുന്നത്, മാക്സിമം സീറ്റ്സ് കിട്ടുന്നത്, ആ ഫോർമേഷൻ, ആ ഗവൺമെന്റിന് സ്ട്രെയിറ്റ് ആയിട്ട് അവരുടെ ഗവൺമെന്റ് ഫോർമേഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഹെഡ് ഓഫ് സ്റ്റേറ്റ്, ആ ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ഇൻവൈറ്റ് ചെയ്യും. ആര്? ലീഡർ, ആ മെജോറിറ്റി പാർട്ടി, ഏത് പാർട്ടിയാണോ മാക്സിമം സീറ്റ് നിയമസഭയിൽ കിട്ടിയിട്ടുള്ളത് അതിന്റെ ലീഡറാണ് ആരാണോ ആ പാർട്ടിയുടെ ലീഡറിനെ രാഷ്ട്രപതി വിളിച്ചിട്ട് പാർട്ടി ഫോം അല്ലെങ്കിൽ ഗവൺമെന്റ് ഫോം ചെയ്യാൻ ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ആ പ്രൈം മിനിസ്റ്റർ ലീഡറാണ്, ആ ഏറ്റവും മെജോറിറ്റി കിട്ടിയിട്ടുള്ള പാർട്ടിയുടെ ലീഡറാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരിക. ഈ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുമ്പോ ബാക്കിയുള്ള മിനിസ്ട്രി അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനും ആർക്കാ എന്തെന്ത് കൊടുക്കണം എന്നുള്ളത് അപ്പോയിന്റ് ചെയ്യാനും ഗവൺമെന്റിന് പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യും. പ്രസിഡന്റ് ഓരോരുത്തർക്കും പ്രൈം മിനിസ്റ്റർ ഇൻക്ലൂഡിങ് പ്രൈം മിനിസ്റ്ററിനെ കൂടെ മെമ്പർ ഓഫ് ലെജിസ്ലേച്ചർ എന്നുള്ള ലെവലിലേക്ക് ഓത്തെടുപ്പിച്ച് സ്ഥാനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു പാർട്ടിയും മെജോറിറ്റി സീറ്റ്സ് ഇല്ലെങ്കിൽ 2 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് ഗവൺമെന്റ് ഫോം ചെയ്യാനായിട്ട്. പാർലമെന്ററി സ്റ്റേറ്റ്സിൽ മെജോറിറ്റി കിട്ടിയിട്ടില്ല, അങ്ങനെ ഉണ്ട് സിറ്റുവേഷനിൽ വരികയാണെങ്കിൽ ആ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, അതായത് നമ്മുടെ രാഷ്ട്രപതിക്ക് ഒരു അപ്പോയിന്റ് ചെയ്യാനുള്ള, പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. ആ പവർ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത് വെച്ചാല് പാർട്ടി ഹെഡിന്റെ ഏത് ലീഡറിന്റെ പാർട്ടീനെ ആണോ അവരെ പ്രൈം മിനിസ്റ്റർ പദവിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കോയലേഷൻ ഗവൺമെന്റിന് ഫോം ചെയ്യാൻ പറയും. അങ്ങനെ കോയലേഷൻ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ മെജോറിറ്റി കിട്ടിയവരും കുറച്ച് ഫുൾ, അതായത് 75% മെജോറിറ്റി കിട്ടിയവരും
10% മെജോറിറ്റി, അങ്ങനെ 2-3 പാർട്ടീസിനെ പൂൾ ചെയ്തിട്ട് ലെജിസ്ലേറ്റീവ് സീറ്റ് ഒരുമിച്ചാക്കി, എല്ലാത്തിനെയും ഒരുമിച്ചാക്കി ആ ഏറ്റവും മാക്സിമം സീറ്റ് ഉള്ള ലീഡർ ആയിരിക്കും ആ കോയലേഷൻ ഗവൺമെന്റിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരിക, മെജോറിറ്റി. അതായത് അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഉള്ള പാർട്ടിയുടെ ലീഡർ. അതിനാണ് നമ്മൾ കോയലേഷൻ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം ക്യാബിനറ്റ് പൊസിഷൻസ് കൊണ്ടുവരും. പിന്നെ രണ്ടാമത്തെ ഒരു വിധം സിസ്റ്റം എന്താന്ന് വെച്ചാൽ രാഷ്ട്രപതിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും ഏത് ലീഡറിനോ ഏതോ ലെജിസ്ലേറ്റീവ് സീറ്റ് ഇല്ലാത്തവർക്കോ ഒരു മൈനോറിറ്റി ഗവൺമെന്റ് ഉണ്ടാക്കാനും ആ മൈനോറിറ്റി ഗവൺമെന്റ് വഴി സിംഗിൾ പാർട്ടിയില് ക്ലിയർ മെജോറിറ്റി സീറ്റ്സ് ഉള്ളവര്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സ്വീഡനും നോർവേയും കാനഡ. അവിടെയൊക്കെ സിംഗിൾ പാർട്ടി മൈനോറിറ്റിയാണ്, മൈനോറിറ്റി ഗവൺമെന്റ്. ഒറ്റ പാർട്ടിയേ ഉള്ളൂ, മൾട്ടി സൈഡ് പാർട്ടികളില്ല. ഇനി പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിൽ പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അങ്ങനെ ഒരു നിയമസഭ ഉണ്ടാക്കിയ ശേഷം ഇവർക്ക് പവറിൽ ഇരുന്ന് അവരുടെ നിയമം അല്ലെങ്കിൽ അവരുടെ പൊസിഷൻസ് എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി ഏതെങ്കിലും കാരണവശാൽ അവരുടെ മെജോറിറ്റി ലൂസ് ആവുകയാണെങ്കിൽ, അവർക്ക് വോട്ട് ഓഫ് കോൺഫിഡൻസ് മോഷൻ, നോ കോൺഫിഡൻസ് മോഷൻ വരികയാണെങ്കിൽ അവർക്ക് പുതിയതായിട്ട് ഒരു ഇലക്ഷൻ നടത്തി ഒരു ഗവൺമെന്റ് ഫോം ചെയ്യേണ്ടി വരും. അതായത് ഈ പ്രസന്റ് ജയിച്ച പാർട്ടിയുടെ നോൺ കോൺഫിഡൻസ് മോഷനിൽ അവരുടെ നോൺ കോൺഫിഡൻസ് മോഷൻ നെഗറ്റീവ് ആയാൽ അവർക്ക് ഒരു പുതിയൊരു ഇലക്ഷൻസ് ഫേസ് ചെയ്ത് പുതിയ പാർട്ടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ടാണ് കോയലേഷൻ ഗവൺമെന്റിലും സിംഗിൾ പാർട്ടി മൈനോറിറ്റീസ് വളരെ ഷോർട്ട് ലൈഫേ ഉള്ളൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അങ്ങനെ പാർലമെന്ററി സിസ്റ്റം ജർമ്മനിയിലും ഹംഗേറിയിലും ഇസ്രയേലിലും സ്പെയിനിലൊക്കെ ഒരു ഡിഫറെന്റ് ഫോമാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ മാതിരിയല്ല. നോ കോൺഫിഡൻസ് മോഷൻ അവർ പറയുന്നത് കോൺഫിഡൻസ് വോട്ടിന്, ഫോം ഓഫ് കോൺഫിഡൻസ് വോട്ടിന് അവർ പറയുന്നത് കൺസ്ട്രക്റ്റീവ് വോട്ട് ഓഫ് നോ കോൺഫിഡൻസ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ലെജിസ്ലേച്ചർ റിക്വയർഡ് ആണ്. അത് ഒരു പുതിയൊരു ഗവൺമെന്റ് വരുന്നത് വരെ എന്നുള്ളത് ആ ഉദ്ദേശത്തിലാണ് അത് പോകുന്നത്. ഇനി ഇതിന്റെ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് എന്താണ്? പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റിൽ നമ്മൾ എന്താണ് പരാമർശിക്കുന്നത്? എക്സിക്യൂട്ടീവ് ആണോ ലെജിസ്ലേറ്റീവ് ആണോ അതിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ഉള്ളത്? ഈ സിസ്റ്റത്തില് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് പവേഴ്സിലാണ് വരുന്നത്. നമ്മളുടെ JW ഗാർണർ പറയുന്നു പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റില് അവിടെ സിസ്റ്റം എക്സിക്യൂട്ടീവ് ഇൻക്ലൂഡിങ് ഗവൺമെന്റും ഹെഡ് ഓഫ് ഗവൺമെന്റും ഹെഡ് ഓഫ് മിനിസ്റ്റേഴ്സും അവർ കോൺസ്റ്റിറ്റ്യൂഷണലി നിയമപരമായി ഭരണഘടന പ്രകാരം ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ കൂടിയും ലെജിസ്ലേച്ചർ നിയമസഭയിൽ അവര് ഒരുമിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി. ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് USA ആണ്. USA അവിടെ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാ വെച്ചാൽ അവരുടെ സ്റ്റേറ്റ്സിനെ അവര് വിഭജിച്ചിട്ടുണ്ട്. അർജന്റീന, ബ്രസീൽ, മെക്സിക്കോ, ചിലി, കൊളംബിയ എന്നുള്ള ലെവലിൽ പല വിധത്തിൽ അവര് വിഭജിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേമാതിരി തന്നെയാണ് ആഫ്രിക്കയിലും സ്റ്റേറ്റ്സ്, കൺട്രീനെ പലവിധമായിട്ട് സ്റ്റേറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഗാന, കെനിയ, സിംബാബ്വെ. അതേമാതിരി ഏഷ്യൻ കൺട്രിയിൽ നോക്കുകയാണെങ്കിലോ ഇന്തോനേഷ്യ, മാൽദീവ്സ്, ഫിലിപ്പൈൻസ്, ഇവിടെയൊക്കെ ഇതുമാതിരി സ്റ്റേറ്റ്സിന് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തില് ഇവിടെ ഡിസ്റ്റിങ്ക്റ്റഡ് ഫീച്ചേഴ്സ് വരുന്നത് ഈ പാർലമെന്ററി ഫോമിൽ നിന്ന് ഇത്തിരി വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങൾ എന്താ, കീ ഫാക്ടേഴ്സ് എന്താന്ന് വെച്ചാല് ആദ്യം വരുന്നത് ഒറ്റ ഹെഡാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു പാർലമെന്റിൽ 2 ഹെഡ് ഉണ്ട്, ഇവിടെ ഒരൊറ്റ ഹെഡേ വരുന്നുള്ളൂ. സെപ്പറേഷൻ, അടുത്തതായിട്ട് പറയാൻ പറ്റുന്നത് അധികാരം ആരുടെ കയ്യിലായിരിക്കും, സെപ്പറേഷൻ ആയിരിക്കും, വ്യത്യാസം ഉണ്ടാവും ആരുടെ കയ്യിൽ അധികാരം. മൂന്നാമതായിട്ട് പറഞ്ഞത് പ്രസിഡന്റും ക്യാബിനറ്റ് മെമ്പേഴ്സും എങ്ങനെയായിരിക്കും. നാലാമതായിട്ട് പറയുന്നത് നിയമം ഉണ്ടാക്കുന്ന അതോറിറ്റി ആരാണ്.
അഞ്ചാമതായിട്ട് പറയുന്നത് ഇവരുടെ ഓഫീസിന്റെ ടേം എത്ര കൊല്ലം, ഫിക്സഡ് ടേം, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സിംഗിൾ ഹെഡ് എന്ന് പറയുന്നത് ഒറ്റ ഹെഡ്. പ്രസിഡന്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അതേസമയം ഇവിടെ 2 ഹാറ്റാണ് പ്രസിഡന്റ് വയ്ക്കുന്നത്. ഒന്ന് 2 ഹാറ്റ്സ് എന്ന് പറയുന്നുണ്ട് ആൻഡ്രൂസ്. കാരണം അതിന്റെ ഉദ്ദേശം, 2 ഹാറ്റ്സിന്റെ ഉദ്ദേശം ചുമതല എന്നുള്ളതാണ്. എന്ത് ചുമതലകളാണ് 2 ഹാറ്റ്സ് വഴി? എന്ത് ചുമതല? ഒന്ന് ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്നുള്ളതിന്റെ ആ ചുമതല, രണ്ടാമത് ഹെഡ് ഓഫ് ഗവൺമെന്റ്. അതാണ് ഇവിടുത്തെ ഈ സിംഗിൾ ഹെഡിൽ ഉള്ള വ്യത്യാസം. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലുള്ള വ്യത്യാസമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ പ്രസിഡന്റിന് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന്റെ ഹെഡ് എന്നുള്ള പവറും അതേമാതിരി ഗവൺമെന്റിന്റെ എല്ലാ പൊളിറ്റിക്കൽ എക്സസൈസും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഇതൊക്കെ അതേമാതിരി തന്നെ പ്രസിഡന്റ് ചെയ്തിരുന്ന പാർലമെന്ററി സിസ്റ്റത്തിലെ പ്രസിഡന്റ് ചെയ്യുന്ന സെറിമോണിയൽ ഡ്യൂട്ടീസ് ഇതും ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അവിടെ പ്രസിഡന്റിന്റെ പവർ കൂടുതലാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ഈ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ പ്രസിഡന്റ് നമ്മളുടെ പാർലമെന്ററി സിസ്റ്റത്തിലുള്ള പ്രൈം മിനിസ്റ്ററെക്കാട്ടിലും വീക്കായിരിക്കും. കാരണം പാർലമെന്റിൽ പ്രൈം മിനിസ്റ്റർ PM പാർലമെന്ററി ഗവൺമെന്റിൽ PM-ന് കൺട്രോൾ, നമ്മളുടെ നിയമസഭയെ കൺട്രോൾ ചെയ്യാനുള്ള പവർ കൂടുതലാണ്. അതേസമയം മെമ്പേഴ്സിന് ഇവിടെ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റിൽ ആ പവർ കുറവാണ്. അതാണ് പവർ സെപ്പറേഷൻ അല്ലെങ്കിൽ അധികാരത്തിന്റെ വ്യത്യാസം കാണുന്നത്. ഇനി ഈ അധികാര വ്യത്യാസം തന്നെ സെപ്പറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്ലിയർ വിഷൻ വരണം. റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ബ്രാഞ്ചസ് ഓഫ് ഗവൺമെന്റ് ആണ്, നിയമസഭ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, പിന്നെ ജുഡീഷ്യറി, ഇത് മൂന്നിന്റെയും പവർ വ്യത്യാസമുണ്ട്. ഈ പവർ ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും പ്രസിഡൻഷ്യൽ ഫോമിലും ആ പവറിനെ എങ്ങനെ അവർ ഉപയോഗിക്കുന്നു. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ പ്രസിഡന്റും ക്യാബിനറ്റും, അവരുടെ ക്യാബിനറ്റും ഇത് ലെജിസ്ലേച്ചറിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ വന്നവരല്ല. ഈ പ്രസിഡന്റും ലെജിസ്ലേച്ചറും ഡയറക്ട്ലി സെപ്പറേറ്റ്ലി ഓൺ ഇലക്ഷൻസിൽ വരുന്നവരാണ്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ പ്രസിഡന്റ് ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ടബിൾ ആണ്, റെസ്പോൺസിബിൾ ടു ദ ഇലക്ടറേറ്റ്. അതാണ് നമുക്ക് കാണാൻ പറ്റും. USA ഇലക്ഷൻസ് നടക്കുമ്പോൾ, അവിടെ ഡിബേറ്റ് നടക്കുമ്പോൾ അവരുടെ പോപ്പുലാരിറ്റി ബാർ ഇതിൽ കാണിക്കാറുണ്ട്. ആരാണ് ലീഡ് ചെയ്യുന്നത്, അവർക്ക് ഡയറക്റ്റ് ആണ് കാൻഡിഡേറ്റ്സ്, ജനങ്ങളോട് അവർ ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറയേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പ്രസിഡന്റ് അക്കൗണ്ടബിൾ ആണ്, റെസ്പോൺസിബിൾ ടു ദ ഇലക്ടറേറ്റ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അത് ആരാണ്, ആണാണെങ്കിലും പെണ്ണായാലും ഇലക്ട്രൽ കോളേജിൽ വഴി വരുമ്പോൾ അവർ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അവർ ഉത്തരം പറയേണ്ടി വരും. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഈ ലെജിസ്ലേച്ചറിന്റെ ഉള്ള മെമ്പേഴ്സിന് പ്രസിഡന്റിനെ എക്സ്പയറി ടൈമിന് മുമ്പ്, പ്രസിഡൻഷ്യൽ ടൈമിന് മുമ്പ് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റിമൂവ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ, ഏതെങ്കിലും കാരണവശാൽ വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന ഇംപീച്ച്മെന്റ് എന്നാണ്. പ്രസിഡൻഷ്യൽ ഇംപീച്ച്മെന്റ്. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കാരണമായ കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇംപീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ചുമ്മാ സാധാരണമാതിരി ഇംപീച്ച് ചെയ്യാൻ പറ്റില്ല. അതേമാതിരി തന്നെ ഈ പ്രസിഡന്റിന് ലെജിസ്ലേച്ചറിന് അതിന്റെ സമയം തീർന്നതിന് മുമ്പ് ടെർമിനേഷൻ ചെയ്യാനും പറ്റില്ല, അല്ലെങ്കിൽ പിരിച്ചുവിടാനും പറ്റില്ല. അപ്പോൾ ഈ അഞ്ചാമതായിട്ട് പറയുകയാണെങ്കിൽ ഈ മെമ്പേഴ്സ്, എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും പ്രസിഡന്റിനും അവരെ അതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോൺസിബിൾ ആണെന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ ഒരു ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ഒരു നിയമസഭയ്ക്ക് ജോയിൻ ചെയ്ത എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിലും രണ്ടിലും ഇരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ലെജിസ്ലേറ്റീവ് പ്രോസസ്സിലാണ് അവർ ഇരിക്കേണ്ടത്. ഇനി
അടുത്തതായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രസിഡന്റും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇവിടെ വരുമ്പോൾ ആ ഫോർമേഷൻ ഗവൺമെന്റ് വരുന്നുണ്ട്. ആ ഗവൺമെന്റിനെ അപ്പോയിന്റ് ചെയ്ത് അവരുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, ഇൻഡിവിജ്വൽ ആയിട്ട് അവര് പ്രസിഡന്റിനോട് ഉത്തരം പറയേണ്ടി വരും. പ്രസിഡൻഷ്യൽ ഗവൺമെന്റിൽ മാത്രം, അതായത് അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഗവൺമെന്റ് ആണ്, അവരോടാണ്, ലെജിസ്ലേച്ചറോടല്ല മിനിസ്ട്രീസ് ഉത്തരം പറയേണ്ടത്, പ്രസിഡന്റിനാണ്. അപ്പൊ പ്രസിഡന്റ് റെസ്പോൺസിബിൾ ആണ് ആൾക്കാർക്ക്. അതേമാതിരി തന്നെ പ്രസിഡന്റ് ജനതയ്ക്ക് ഉത്തരം പറയേണ്ടി വരും. എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും അവർക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരൊറ്റ യൂണിപേഴ്സണൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ആ പവർ അവിടെ ഗവൺമെന്റിന് കൂടുതലാണ് മറ്റേ പവറിനെക്കാട്ടിലും. ഇനി ലോ മേക്കിംഗ് അതോറിറ്റി ആണെങ്കിൽ ലോ ആരുണ്ടാക്കുന്നു, നിയമം ആരുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ആ നിയമ വ്യവസ്ഥകളിൽ ഏറ്റവും കൂടുതൽ പ്രസിഡൻഷ്യൽ ഫോമില് വരുന്നത് അമേരിക്കൻ, അവരുടെ വോട്ട്, കോൺഗ്രസ് ചെയ്യുന്ന വോട്ട് അനുസരിച്ചിട്ടാണ് ആ ഗവൺമെന്റ് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വോട്ടിന് 2/3 മെജോറിറ്റി കിട്ടണം, എന്നാൽ മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ പ്രസിഡന്റ് സൈൻ ചെയ്യാനുള്ള ട്രീറ്റീസ് അല്ല എല്ലാം സബ്ജക്ട് ടു അപ്രൂവൽ ഓഫ് ദ സെനറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അപ്പർ ഹൗസ് ആണ് സെനറ്റ്. അവിടെ പ്രസിഡന്റ് എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും അത് സെനറ്റിന്റെ ഹൗസിൽ വരുമ്പോൾ സെനറ്റിൽ അവർ ഡിസ്കഷൻസ് ചെയ്യും, ഡിബേറ്റ്സ് ചെയ്യും, ചർച്ച ചെയ്യും. എന്നിട്ട് അവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ പ്രസിഡന്റിന് അത്, കോൺഗ്രസിന് അത് വീറ്റോ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് വെക്കാം. അപ്പൊ ഈ ഇൻഡിപെൻഡൻസ്, മ്യൂച്വൽ ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ കൂടെയും അവരുടെ ഇലക്ഷൻസിലും അവരുടെ ടെന്യൂറിലും, അതായത് ഇയേഴ്സിലും മെമ്പർഷിപ്പിലും, നിയമസഭ എന്നുള്ള USA കോൺഗ്രസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ലോ മേക്കിംഗ് ബോഡി ആണെങ്കിൽ കൂടെയും പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിനെ കാട്ടിലും കുറച്ചുകൂടെ പവർഫുൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരുടെയും ഫിക്സഡ് ടേം ആണ്. ഏത് ടേം, എത്ര വർഷം എന്നുള്ളതാണ്. അപ്പൊ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തില് ആ ഗവൺമെന്റിന്റെ ഫിക്സ്ഡ് ആയിട്ടുള്ള ടേംസ് ഓഫ് ഓഫീസ് ഒരു കാരണവശാലും പ്രസിഡന്റിനെയോ നിയമസഭയോ ആ പറഞ്ഞിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഓഫീസ് ടൈമിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഈ പ്രസിഡന്റിനെ എത്ര വർഷത്തേക്കാണോ എടുത്തിട്ടുള്ളത്, ഒരു രാജ്യത്തിൽ 4 കൊല്ലമാണെങ്കിൽ അടുത്ത രാജ്യത്തിൽ 6 കൊല്ലമാണ്. അത് ഡിഫറൻസ് ഉണ്ടാവും. ഡിഫറൻഷ്യൽ പ്രസിഡൻഷ്യൽ സ്റ്റേറ്റ്സ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ആ പ്രസിഡന്റിന്റെ സമയം അല്ലെങ്കിൽ കാലാവധി നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ നിയമസഭയുടെ സപ്പോർട്ട് മാത്രമല്ല, അവിടെ ഉദ്ദേശിക്കുന്നത് നിയമസഭയ്ക്ക് പെട്ടെന്ന് പ്രസിഡന്റിന് ആ സമയം തീർന്നതിന് മുമ്പ്, അതായത് കാലാവധി തീർന്നതിന് മുമ്പ് എക്സെപ്ഷണൽ കേസിൽ, എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ അവർ ഇംപീച്ച്മെന്റിന് പോകണം. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതേമാതിരി പ്രസിഡന്റിന് ഈ നിയമസഭയിലെ മെമ്പേഴ്സിനെയും പെട്ടെന്നായിട്ട് മാറ്റാനും പറ്റില്ല. അപ്പൊ ഇവിടെ അവര് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മാൻഡേറ്ററി ഡിസിഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് അവരുടെ ടേം ഓഫ് ഓഫീസിനെ പറ്റി പറയുന്നത്. ഇനി അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയുമ്പോൾ, അഡ്വാൻറ്റേജിൽ പ്രസിഡൻഷ്യൽ ഗവൺമെന്റ് അഡ്വാൻറ്റേജസ് എന്താണ്, പാർലമെന്ററി അഡ്വാൻറ്റേജസ് എന്താണ്, പ്രസിഡൻഷ്യൽ അഡ്വാൻറ്റേജസ് എന്താണ്? അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഉദ്ദേശം നമുക്കുള്ള ബെനിഫിറ്റ്, ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം അതിന്റെ വീക്ക്നെസ് അല്ലെങ്കിൽ തെറ്റ് അല്ലെങ്കിൽ അതിന് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരുന്നോ, ആ ഫേസ് ചെയ്യേണ്ടി വരുന്നെങ്കിൽ എങ്ങനെയാണ്, ഇതാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു റിയൽ സെൻട്രലായിട്ട് കമ്പാരിറ്റേറ്റീവ് പൊളിറ്റിക്സിൽ നമ്മൾ താരതമ്യപ്പെടുത്തി വരികയാണ് പല ഗവൺമെന്റിന്റെ പറ്റിയും. അപ്പൊ ഇപ്പോൾ നമ്മൾ താരതമ്യപ്പെടുത്തുന്നത് പാർലമെന്ററി ഗവൺമെന്റും പ്രസിഡൻഷ്യൽ ഗവൺമെന്റിന് 1990. ഈ 90 നടന്ന ഡിബേറ്റിൽ ജുനാൻ ഇലിച്ച്
അത് ഒരു ഹൈ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് നടന്നത്. ദ പെരിൽസ് ഓഫ് പ്രസന്റേഷ്യലിസം അല്ലെങ്കിൽ പ്രസിഡൻഷ്യലിസം എന്നുള്ളതിന്റെ ആർഗ്യുമെന്റ് എവിടെ വരുന്നു വെച്ചാല്, ഡെലിവർ ചെയ്യുന്നത് ഡെമോക്രാറ്റിക് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ സ്റ്റെബിലിറ്റി ഉണ്ടോ? ഏതിലാണ്? പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലാണോ അത് പാർലമെന്ററി സിസ്റ്റത്തിലാണോ ഈ ഡെമോക്രസി അതായത് ജനാധിപത്യത്തിന്റെ സ്ഥിരമായ ഒരു സിറ്റുവേഷൻ? ലിസിന്റെ ക്രിറ്റിസിസം പ്രകാരം പ്രസിഡൻഷ്യൽ സിസ്റ്റത്തില് കൺസിഡറേറ്റ് ചെയ്യുന്ന വിധത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് അവർ പല വിധത്തിലുള്ള ചർച്ചകൾ ഡിബേറ്റ് ചെയ്യുന്നു, ചർച്ചകൾ നടത്തുന്നു, എന്നിട്ടാണ് അവർ എടുക്കുന്നത്. അതേമാതിരി തന്നെ ഡൊണാൾഡ് പറയുന്നുണ്ട് 1990 ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഡിഗ്രി എത്രത്തോളം ജനാധിപത്യ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ എത്രത്തോളം ജനാധിപത്യത്തിന്റെ കാരണം ഉണ്ട്, ഏതിലാണ്? പാർലമെന്ററിയിലാണോ നിക്ഷിപ്തമായിട്ടുള്ളത്, അല്ല പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലാണോ നിക്ഷിപ്തമായിട്ടുള്ളത്? ഇല്ല. ഇത് രണ്ടിലും കൂടെ ഒരു ഇലക്ട്രൽ ഫോം പർട്ടിക്കുലർ ആയിട്ട് ആ രാജ്യം ഉപയോഗിക്കുന്നുണ്ടോ? പ്ലൂറാലിറ്റിയോ മെജോറിറ്റിയോ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം ആണോ ഉപയോഗിക്കുന്നത്? ഇതും നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതേമാതിരി തന്നെ മാത്യു സ്റ്റുട്ട്ഗാർട്ട് പറയുന്നുണ്ട്, കാരിയില് ആർഗ്യുമെന്റ് ചെയ്യുന്നത് പ്രസിഡൻഷ്യൽ സിസ്റ്റത്തില് എപ്പോഴും കൂടുതലായിട്ട് അക്കൗണ്ടബിലിറ്റി, അവർക്ക് ട്രാൻസ്പാരൻസിയും അതായത് വളരെ ശുദ്ധമായിട്ടുള്ള പാർലമെന്റ് സിസ്റ്റത്തിലായാലും ശരി ഇത് കാണുന്നുണ്ടോ? ഫോർമലിൽ കാണുന്ന അത്രത്തോളം ഇതിൽ കാണുന്നുണ്ടോ? ജോസോ ആന്റോണിയോ പറയുന്നു പ്രസിഡൻഷ്യൽ സിസ്റ്റം അത്രയും ഡേഞ്ചറസ് അല്ലെങ്കിൽ കൂടെയും സോഷ്യലായിട്ടും കൾച്ചറലായിട്ടും ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായിട്ടും കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ അവർ ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഡെമോക്രാറ്റിക് ജനാധിപത്യ സ്ഥിരതയില്ലെങ്കിൽ കൂടെയും അത് പ്രസിഡൻഷ്യൽ ആർഗ്യൂ ചെയ്യുന്നു, പ്രസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കുറച്ചുകൂടെ അഡോപ്റ്റഡ് എവിടെ ചില ഫോം ഓഫ് ഗവൺമെന്റ് ഉള്ള ഡെമോക്രസി എനി ഫോമിൽ വരുന്നതിനും നശിച്ചു പോകാൻ അല്ലെങ്കിൽ ജനാധിപത്യം നശിച്ചു പോകാൻ സാധ്യതയുള്ള കൺട്രികളിൽ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇനി പാർലമെന്ററി സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് അതേമാതിരി തന്നെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഈ പാർലമെന്ററി സിസ്റ്റത്തില് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് അതിൽ എന്തൊക്കെയാണ്. ഇവിടെ ആദ്യമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഫ്യൂഷൻ ഓഫ് പവേഴ്സ് അല്ലെങ്കിൽ അതാത് നിയമസഭയിലുള്ള മെമ്പേഴ്സും കുറച്ചുകൂടെ കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള റിലേഷനുള്ള മെമ്പേഴ്സും എക്സിക്യൂട്ടീവ് ബ്രാഞ്ചും ലെജിസ്ലേച്ചറിൽ ആ നിയമസഭയിൽ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ കാണാം. ഇനി സെക്കൻഡ് ആയിട്ട് പറയുകയാണെങ്കിലോ, ഗവൺമെന്റ് എന്ന് പറയുന്ന സ്ഥാപനം റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ചുമതല കൂടുതൽ, അക്കൗണ്ടബിലിറ്റിയും കൂടുതലാണ് മിനിസ്റ്റേഴ്സിന്. ഇൻഡിവിജ്വൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളതിനെക്കാട്ടിലും ഒരു നിയമസഭയോടുള്ള അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് അവർ ഉത്തരം പറയേണ്ടി വരും. അതേമാതിരി കോയിലേഷൻ ആണെങ്കിൽ ഒരാള് ഓഫീസിൽ ഇരുന്ന് എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഏത് സമയത്താണോ നിയമസഭയുടെ സപ്പോർട്ട് പോയാൽ ആ സ്ഥാനം പോകും. അപ്പൊ അവിടെ ഓഫീസ് ഇരിക്കാനും പറ്റില്ല, എൻജോയ് ചെയ്യാനും പറ്റില്ല. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ മെമ്പേഴ്സിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആ മെമ്പർഷിപ്പ് അതായത് നിയമസഭയിലുള്ള മെമ്പർഷിപ്പും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റും പോളിസി മേക്കിംഗ് സെൻസും ഉണ്ടെങ്കിലാണ് ഈ പ്രപ്പോസൽസ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുക. ഇതേമാതിരി തന്നെ നമ്മളുടെ പാർലമെന്ററി സിസ്റ്റത്തില് ഒരു സിംഗിൾ മെജോറിറ്റി ഗവൺമെന്റ് ആണെങ്കിൽ പാർലമെന്ററി സിസ്റ്റത്തിന് കോയിലേഷൻ ഗവൺമെന്റിൽ ആണെങ്കിൽ പോളിസി മേക്കിംഗ് ഒരു അവരുടെ കൂടെ സമ്മതത്തോടു കൂടി വേണം പോവേണ്ടത്. നാലാമതായിട്ട് പറയുകയാണെങ്കിൽ പാർലമെന്ററി സിസ്റ്റത്തില് ഏറ്റവും കൂടുതൽ റെപ്രസെന്റേഷൻ വരുന്നുണ്ട്.
പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ അത് വരുന്നില്ല. അതായത് അവരുടെ നിയമസഭയിൽ അത് വരുന്നില്ല. പാർലമെന്ററി സ്റ്റേറ്റില് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ഫോംസ് ആണ് നമ്മൾ എലക്ട് ചെയ്തെടുക്കുന്നത്. അതായത് ഏത് ഹൈലി റെപ്രസെന്റേറ്റീവ് ബോഡീസും വരുന്നുണ്ട്, കോയിലേഷൻ ഗവൺമെന്റിൽ വരുന്നുണ്ട്. സ്റ്റേറ്റ്സിന്റെ മൾട്ടിപ്ലിസിറ്റി ഇൻട്രസ്റ്റും എല്ലാ സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റും അവരുടെ ഒപ്പീനിയൻസും എടുക്കുന്നുണ്ട് പാർലമെന്ററി സിസ്റ്റത്തിൽ. അപ്പൊ ഇങ്ങനെ നമ്മൾ വരുമ്പോൾ ഇവരുടെ പോളിസികൾ, ഡിഫറെന്റ് പൊളിറ്റിക്കൽ വ്യൂസിനെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കോംപ്രമൈസ് ചെയ്യാൻ ഗവൺമെന്റ് ഫോം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യല്ല, നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ് ഇവർ വരുന്നത്. ഈ ഇലക്ടഡ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സിന് പല അഭിപ്രായങ്ങൾ കാണും. അപ്പോഴാണ് നെഗോഷിയേഷനും കോംപ്രമൈസിനും ഗവൺമെന്റിനും ഫോം ചെയ്യാനുള്ള ഒരു നെഗോഷിയേഷൻ വരുന്നത് ആ സമയത്താണ്. ഇതേമാതിരി തന്നെ കണ്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോമിംഗ് ആണ്. ഒരു പാർട്ടി കൊണ്ടുപോവാണ്, ഈ പാർട്ടി നിലനിന്ന് പോകണം എന്നുള്ളതാണ് നിർബന്ധം. അതേമാതിരി ഈ ഫിക്സഡ് ടേം ഓഫ് ഓഫീസ്, എക്സിക്യൂട്ടീവ് ഓഫീസിന്റെ നേരത്തെ പറഞ്ഞു, ഒരാളെയും ഇൻകോമ്പിറ്റന്റ് ആണെങ്കിൽ മാത്രമേ, അൺപോപ്പുലർ ആണ്, ഇൻകോമ്പിറ്റന്റ് ആണ്, റെപ്രസെന്റേറ്റീവ് ആണെങ്കിൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ വിധത്തിലുള്ള പരിപാടികളൊക്കെ ഇത് വരുന്നുണ്ട്. ഇനി ഇവര് ക്രിട്ടിക്സ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് എന്താണെന്ന് നോക്കാം. ഈ ആർഗ്യുമെന്റിൽ പാർലമെന്ററി സിസ്റ്റത്തിൽ നമ്മൾ നിയമസഭയിൽ പറയുന്ന മാതിരി തന്നെ ഓവറോൾ നമ്മൾ പറയുമ്പോൾ ബെറ്റർ ആണ്, പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിനെക്കാട്ടിലും ബെറ്റർ ആണ്. പക്ഷെ അവര് പ്രോബ്ലംസ് കൂടുതൽ ഫേസ് ചെയ്യുന്നുമുണ്ട്. അതേമാതിരി തന്നെ പാർലമെന്ററി സിസ്റ്റത്തില് ഒരു പ്രോബ്ലം എക്സിക്യൂട്ടീവ് ഡോമിനേഷനും വരുന്നുണ്ടല്ലോ നേരത്തെ എക്സിക്യൂട്ടീവ്സ്. അപ്പൊ അങ്ങനെ ഈ ഇതില് എവിടെയാണ് വരുന്നത് വെച്ചാല് സിംഗിൾ പാർട്ടി മെജോറിറ്റി കിട്ടണം. ബേസ്ഡ് ആയിട്ടുള്ള സിംഗിൾ പാർട്ടി മെജോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള നിയമസഭ വന്നു കഴിഞ്ഞാലാണ് അവർക്ക് കുറച്ചുകൂടെ സംസാരിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കിട്ടുക. പിന്നെ രണ്ടാമതായിട്ട് പറയുമ്പോൾ പാർലമെന്ററി സിസ്റ്റത്തില് അസോസിയേറ്റ് ആയിട്ടുള്ള വീക്ക് ഗവൺമെന്റും പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയും കാണാറുണ്ട്. ചില സമയത്ത് പെട്ടെന്ന് അവര് സ്റ്റെബിലിറ്റി ഇല്ലാണ്ട് ഉറപ്പില്ലാത്ത ഒരു ഗവൺമെന്റ് വരുന്നുണ്ട്. ഇത് എവിടെ വരുന്ന വെച്ചാല് എപ്പോഴാണോ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ഫോംസ് ഓഫ് ഗവൺമെന്റ് എടുക്കുന്നത്, സിംഗിൾ മൈനോറിറ്റി പാർട്ടി വരുന്നത്, അല്ലെങ്കിൽ കോയിലേഷൻ ഗവൺമെന്റ് വരുമ്പോൾ, അതായത് പാർട്ടിന്റെ കോയിലേഷൻ ഗവൺമെന്റിന്റെ സപ്പോർട്ട്, അതായത് അവരുടെ റൂളിംഗ് ഗവൺമെന്റിന് കൊടുത്ത സപ്പോർട്ടിനെ പിൻവലിക്കും. ആ പിൻവലിക്കുമ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സീറ്റ് അവിടെ അവരുടെ മെജോറിറ്റി കുറയാണ്. ആ മെജോറിറ്റി കുറയുമ്പോൾ നിയമസഭ വീഴാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവര് എന്തെങ്കിലും വിധത്തിൽ കോംപ്രമൈസിനോ അല്ലെങ്കിൽ അവർ പല വിധത്തിലുള്ള മിനിസ്റ്റീരിയൽ, ഫോർ എക്സാമ്പിൾ കോയിലേഷൻ ഗവൺമെന്റ് ആയിട്ട് വരുമ്പോൾ അവര് ഞങ്ങൾക്ക് ഈ മിനിസ്ട്രിയിൽ ഈ പൊസിഷൻ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ കൺട്രോളിൽ ഗവൺമെന്റിൽ ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞിട്ട് ഒരു കോയിലേഷൻ ഗവൺമെന്റിന്റെ പാർട്ടി ചോദിക്കുകയാണെങ്കിൽ ആ മേജറായിട്ടുള്ള പാർട്ടിയുടെ സ്ഥാനം അവിടെ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവര് വിഡ്രോ ചെയ്യും. അങ്ങനെയാണ് സാധാരണ. അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് കോയിലേഷൻ ഗവൺമെന്റിൽ കൊടുക്കുന്ന സപ്പോർട്ട് വിഡ്രോ ചെയ്യുക. സപ്പോർട്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ആ പാർട്ടി മെജോറിറ്റി പോകും, ആ ഗവൺമെന്റിന്റെ മെജോറിറ്റി പോകും. അങ്ങനെ വരുമ്പോൾ മെജോറിറ്റി പോയി കഴിഞ്ഞാൽ അവര് കൊളാപ്സ് ആകും. ഒന്നില്ലെങ്കിൽ റീ എലക്ഷൻ വെക്കേണ്ടി വരും. റീ എലക്ഷൻ വരുമ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ജനറൽ ഇലക്ഷൻ 5 കൊല്ലം വരുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ അവര് കഴിയുന്നിടത്തോളം ഗവൺമെന്റ് താഴെ വീഴാണ്ടിരിക്കാനും കൂടെ ശ്രമിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഈ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് പല പ്രാവശ്യവും ഒപ്പോസിഷൻ മെമ്പേഴ്സ് ആയിട്ടുള്ളവര് പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ റിസൈൻ ചെയ്യണം,
എന്ത് വന്നാലും അതേമാതിരി തന്നെ നമ്മളുടെ ചീഫ് മിനിസ്റ്റർ റിസൈൻ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഈ ബേസ്ഡ് ഓൺ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്നാണ്. ആ മിനിസ്ട്രീന്റെ തലവൻ, ആ മിനിസ്ട്രീന്റെ ഹെഡ് എന്നുള്ള ലെവൽ, ആ ലീഡർ ഓഫ് ദ പാർട്ടി റിസൈൻ ചെയ്താൽ, അല്ലെങ്കിൽ ലീഡർ ഓഫ് ദ സ്റ്റേറ്റ് ഓർ ദ ഗവൺമെന്റ് റിസൈൻ ചെയ്താൽ കൊളാപ്സ് ആവും, പിന്നെയും എലക്ഷൻ. അപ്പോൾ ഈ എലക്ഷൻ നേരത്തെ പറഞ്ഞ മാതിരി റീ എലക്ഷൻ നടത്താനും അത് നമ്മൾ കഴിയുന്നിടത്തോളം അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ നോക്കാറ്. കാരണം റീ എലക്ഷൻ ഒരുപാട് എക്സ്പെൻസും ഒരുപാട് ഡ്രില്ലിംഗ് ഒക്കെ ചെയ്യേണ്ട, ഒരുമാതിരി ഡ്യൂട്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കഴിയുന്നിടത്തോളം റീ എലക്ഷനിലേക്ക് പോവാണ്ടിരിക്കാനാണ് ഏത് ഗവൺമെന്റ് സാധാരണയായിട്ട് നോക്കുക. ഇനി ഇതിൽ നമ്മൾ ഫൈനലായിട്ട് നോക്കുമ്പോൾ ഇലക്ടറേറ്റ്സും സബ്സിക്വന്റ് ആയിട്ടുള്ള നെഗോഷിയേഷൻസ് മുഖാന്തരം അവര് മൂന്നായിട്ട് അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പാർട്ടിയും ജയിച്ചില്ലെങ്കിൽ, ഒരു പാർട്ടിക്കും സീറ്റ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പ്രിഫേർഡ് പോളിസികൾ, നേരത്തെ പറഞ്ഞ പോളിസികളും വോട്ടേഴ്സിൻ്റെത് ആക്ച്വലൈസ് ആയിട്ടുള്ള പാർട്ടികളും കൂടെ എടുത്ത് ഡിഫറൻഷ്യൽ പൊസിഷൻസിൽ ഒന്നില്ലെങ്കിൽ അവര് കോംപ്രമൈസ് ചെയ്ത് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും. അഭിപ്രായ വ്യത്യാസം ഉണ്ട്, പക്ഷെ എങ്കിൽ കൂടെയും അവർ കോംപ്രമൈസിന് തയ്യാറാകും. കിട്ടുന്ന ശരി എഡ്യൂക്കേഷൻ മിനിസ്ട്രി തന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന ഈ കോയലേഷൻ ഗവൺമെന്റിനാണ് ഞാൻ ഈ പറയുന്നത്, ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ മിനിസ്റ്റർഷിപ്പ് അല്ലെങ്കിൽ ഈ മിനിസ്ട്രി ഞങ്ങളുടെ കയ്യിൽ വരുന്നില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ അടുത്തത് എന്താണ് എന്നുള്ള വരുമ്പോൾ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലായിരിക്കും ഗവൺമെന്റ് ലീഡർ ഓഫ് ദ പാർട്ടി കോംപ്രമൈസിങ് ചെയ്യുന്നത്. കാരണം അവരുടെ സപ്പോർട്ട് പോവാണ്ടിരിക്കാൻ മാക്സിമം നോക്കും. എന്നാൽ സപ്പോർട്ട് പോയാൽ മിനിസ്ട്രി കൊളാപ്സ് ആവും. അത് പോകാണ്ടിരിക്കാനാണ് റൂളിംഗ് ആയിട്ടുള്ളവര് അല്ലെങ്കിൽ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്ററിന്റെ ലെവലിലുള്ളവര് ഡിസ്കഷൻസ്, ഓൾ പാർട്ടി ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നത് അതുകൊണ്ടാണ്. എല്ലാ പാർട്ടിയും, കോൺഗ്രസ് പാർട്ടി ആയാലും ശരി, മമതാ പാർട്ടി ആയാലും ശരി, ഏത് പാർട്ടി, ഓൾ പാർട്ടി മീറ്റിംഗ്സ് നടത്തി അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ട് അവർക്ക് വേണ്ട വിധത്തിൽ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കും. അതാണ് അവരെ സ്റ്റോപ്പ് ചെയ്യാനുള്ള പറയല്. അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ റിസൈൻ ചെയ്യും, അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യും പാർലമെന്റിനെ, പുതിയ ഇലക്ഷന് പോകും. ഇനി ഇവിടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ, ഇവിടെ ഇതേമാതിരി പ്രസിഡന്റ് സിസ്റ്റത്തിലും പ്രിഫർ ചെയ്യുന്നത് പാർലമെന്ററി സിസ്റ്റമാണ്. കാരണം അഡ്വാൻറ്റേജസ് ക്യാരി ചെയ്യുന്നത്, ഫസ്റ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി എന്താ വെച്ചാൽ പവർ, അതായത് അധികാരം, ലെജിസ്ലേറ്റീവിന്റെ അധികാരം, എക്സിക്യൂട്ടീവിന്റെ അധികാരം പ്രിവെന്റ് ചെയ്യുന്ന എക്സിക്യൂഷൻ ഡോമിനേഷൻ, ഇതേമാതിരി തന്നെ ഗവൺമെന്റിന്റെ എല്ലാവിധവും പൊളിറ്റിക്കൽ ഇൻഡിവിജ്വൽ റൈറ്റ്സിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് പ്രസിഡൻഷ്യല്. രണ്ടാമതായിട്ട് എടുത്ത് പറയുമ്പോൾ പാർലമെന്ററി സിസ്റ്റത്തിൽ പറഞ്ഞ മാതിരി ഇവിടെ ഓരോ പാർട്ടിക്കും റെപ്രസെന്റേറ്റീവ് സിമ്പതൈസേഴ്സ് ഉണ്ട്. അതേസമയം പ്രസിഡൻഷ്യൽ സിസ്റ്റത്തില് ആ പ്രസിഡന്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി ഇൻ ദ എക്സിക്യൂട്ടീവ്. കണ്ടിന്യൂറ്റി, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ പാർലമെന്ററി സിസ്റ്റത്തിനെ കാട്ടിലും പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിന് ആ സ്റ്റെബിലിറ്റി, കണ്ടിന്യൂറ്റി ഓഫ് ദ ഗവൺമെന്റ് ഈസ് ബെറ്റർ, കൂടുതൽ ആണ്. ഇനി നാലാമതായിട്ട് പറയുകയാണെങ്കിൽ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തില് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നടക്കാറുണ്ട്. കാരണം അതിന്റെ വോട്ടിന്റെ ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ടാണ് അവര് അടുത്ത ന്യൂ ഗവൺമെന്റ് ഫോം ചെയ്യേണ്ടത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 2016 USA നടന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ നമുക്ക് അറിയാൻ പറ്റും, അതായത് ട്രാൻസ്പാരൻസി, തെളിവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ട്രാൻസ്പാരൻസി ഉണ്ട്. ഡൊണാൾഡ് ട്രംപ് ആണോ ഹിലേരി ക്ലിന്റൺ ആണോ വരാൻ പോണേ, 45ാമത്തെ പ്രസിഡന്റ് ആയിട്ട് വരാൻ പോണേ എന്നുള്ളത് അറിഞ്ഞിരുന്നു. കുറച്ചുകൂടെ ആ ഷേപ്പ്, പോളിസി മേക്കിംഗ് പ്രോസസ്സ് വളരെ ക്ലിയർ ആയതുകൊണ്ടും സെപ്പറേറ്റ് ആയിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടും ഇലക്ഷൻ ലെജിസ്ലേറ്റീവ് അതേമാതിരി എക്സിക്യൂട്ടീവ് ഉണ്ട്. അവസാനമായിട്ട് ഇവിടെ ഇൻഡിപെൻഡൻസ്, ആ പാർലമെന്ററി നിയമസഭയുടെ ഇൻഡിപെൻഡൻസ്, അതേമാതിരി എലക്ട് ചെയ്ത് ഓരോരുത്തരുടെയും ഇലക്ഷൻ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന
കാൻഡിഡേറ്റിന്റെ ഇലക്ഷന്റെ പോളിസികൾ, അവരുടെ പ്രസംഗങ്ങൾ, അവരുടെ പോളിസി മേക്കിംഗ് പാർലമെന്ററി സിസ്റ്റത്തിനെക്കാട്ടിലും അവർ പറയുന്നതിൽ വ്യത്യാസമുള്ള വരുന്നുണ്ട്. അതും ഒന്ന് തോന്നുന്നുണ്ട്. ഇനി പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിന് അതിനും ചില പോരായ്മകളുണ്ട്, വീക്ക്നെസ് ഉണ്ട്. ആ വീക്ക്നെസ് എന്തൊക്കെയാന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുക. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ് പവറിന്റെ അല്ലെങ്കിൽ അധികാര വ്യത്യാസങ്ങൾ. അധികാര വ്യത്യാസങ്ങൾ ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും ഉള്ള ഈക്വൽ പബ്ലിസിറ്റി അല്ല, ഡ്യുവൽ ലെജിറ്റിമേസി ആണ് വരുന്നത്. അപ്പൊ പോളിസി ഇഫക്റ്റീവ് ആയിട്ടുള്ള പോളിസി മേക്കിങ്ങും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ പോളിസി മേക്കിങ്സ്. രണ്ടാമത് പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആയിട്ടുള്ളവർ ആർഗ്യൂ ചെയ്യുന്നുണ്ട് ഫാർ ഓർ ലെസ് ഡെമോക്രാറ്റിക് സ്റ്റെബിലിറ്റി പ്രസിഡൻഷ്യലിൽ വരുന്നത് കൂടുതലൂടെ കൂടുതലായിട്ടുള്ള ഈ വ്യത്യാസങ്ങളുള്ളത് കൊണ്ടും പാർലമെന്ററി സിസ്റ്റത്തില് നമ്മൾ USA പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ക്യാമ്പയിനില് അവിടെ മെക്സിക്കോയില് നുഴഞ്ഞു കയറ്റം നിർത്താൻ ഞങ്ങൾ മതില് കെട്ടും എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടായിരുന്നു. കാരണം മെക്സിക്കോ എന്ന ആൾക്കാര് അവിടെ നുഴഞ്ഞു കയറി അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് അമേരിക്കയിൽ. അത് കൊടുക്കേണ്ട ചുമതല ഗവൺമെന്റിനാണ്. അതുകൊണ്ടാണ് അവിടെ മതില് കെട്ടി, മെക്സിക്കോ മതില് കെട്ടി നുഴഞ്ഞു കയറ്റം നിർത്താന്നുള്ള ഒരു ലെവലിലുള്ള പോളിസികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവരുടെ ഐഡിയാസും അവർ എന്ത് ചെയ്യും എന്നുള്ളതിന്റെ ആർഗ്യുമെന്റ് ഒക്കെ വളരെ കാര്യമായിട്ട് ഡിസ്കഷൻ ടൈമിലും ക്യാമ്പയിനിങ് ടൈമിലും നടക്കാറുണ്ട്. അങ്ങനെയാണ് അത് വരുന്നത്. ഇനി മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ വളരെ റിജിഡ് ആയിട്ടുള്ള ചില എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഉണ്ട്. അത് അവരുടെ ഓഫീസിൽ ഫിക്സഡ് ആയിരിക്കും. അതേമാതിരി തന്നെ എല്ലാം സ്പെസിഫൈഡ് ചെയ്തു പോകുമ്പോഴത്തേക്കും പ്രസിഡന്റിനെയും അത്ര പെട്ടെന്നൊന്നും ഓഫീസിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. കോമ്പിറ്റൻസി ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, അവരുടെ പ്രോബ്ലംസ്, എന്ത് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ക്രൈസിസ് വന്നാലും പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല. നാലാമതായിട്ട് പറയുകയാണെങ്കിൽ പ്രസിഡന്റിന് എത്രത്തോളം നാഷണൽ സപ്പോർട്ട് ഉണ്ടെന്നാണ് നോക്കുക. ഏതെങ്കിലും പവറിൽ നിന്ന് പവറിനെ ഷെയർ ചെയ്യുന്നുണ്ടോ, കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും നോക്കണം. ഇങ്ങനെ വരുമ്പോൾ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തില് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഡിവിഷൻ സൊസൈറ്റിയിൽ വരുന്നുണ്ട്. പിന്നെ അഞ്ചാമതായിട്ട് പറയുമ്പോൾ അക്കൗണ്ടബിലിറ്റി. പ്രസിഡന്റ് സിസ്റ്റത്തില് അവിടെ അക്കൗണ്ടബിലിറ്റി ലെജിസ്ലേച്ചറിനോടും എക്സിക്യൂട്ടീവിനോടും പ്രസിഡൻഷ്യൽ പവർ ഉണ്ട്, അക്കൗണ്ട് ആണ്. അത് അവിടെ അക്കൗണ്ട് ചെയ്ത് കൊടുത്തിരിക്കണം. അവർക്ക് ക്ലിയർ ആയിട്ട് സക്സസും ഓഫ് ലോഡും ബ്ലെയിം ഒന്നും പറയാൻ പറ്റില്ല. പ്രസിഡന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അവരുടെ ഫൈനലായിട്ട് വരുമ്പോൾ ഒറ്റ പേഴ്സൺ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിലിറ്റി പ്രസിഡൻഷ്യൽ സിസ്റ്റത്തില് സഫർ ചെയ്യുന്നത് ഈ കാരണം കൊണ്ടാണ്. വീക്കായിട്ടുള്ള ക്യാബിനറ്റ് ആണെങ്കിൽ, അവര് ലെസ് ആയിട്ടുള്ള ഡെലിബറേഷൻസ് ആണെങ്കിൽ അവിടെ പ്രശ്നം വരും. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനത്തെ പവർ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഈ പവേഴ്സിന്റെയാണ്. ഓൺ ദ ബേസിസ് ഏത് പവറാണോ, പവർ ഷെയറിംഗ്, പെർഫോമൻസ് ഷെയറിംഗ്, പാർലമെന്ററി സിസ്റ്റം ആണോ ഭേദം, പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണോ ഭേദം? അങ്ങനെ കോമൺ ആയിട്ട് ഗ്ലോബൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, ഹിസ്റ്ററിയില് പല വിധത്തിലും ചരിത്രത്തിൽ കാണുന്നത് അമേരിക്കയില് ഇത് രണ്ടും അവര് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് പോകുന്നുണ്ട്. അതേമാതിരി തന്നെ ഈ നമ്മളുടെ പാർലമെന്ററിയും അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഗവൺമെന്റില് സിമ്പിളായിട്ട് നമ്മൾ ബെറ്റർ ആയിട്ട് ഓവർ റൈഡ് ചെയ്യണം. അതേമാതിരി തന്നെ ഹൈബ്രിഡ് സിസ്റ്റത്തില് സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം, അത് സെമി പ്രസിഡൻഷ്യൽ ചെയ്ത പാതി ചിലയിടങ്ങളിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അത് കൺട്രികൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഫ്രാൻസ് ഉണ്ട്, ക്രൊയേഷ്യ ഉണ്ട്, ലുത്താനിയ ഉണ്ട്, പോളണ്ട് ഉണ്ട്, യുക്രൈൻ ഉണ്ട്, റഷ്യ ഉണ്ട്. അവിടെ രണ്ട് സിസ്റ്റം, പ്രസിഡൻഷ്യലും പാർലമെന്ററി സിസ്റ്റം എയിം ചെയ്ത് തിയററ്റിക്കലി വീക്കനിങ് ചെയ്ത് അതിന്റെ റിയലൈസിങ് എല്ലാത്തിൻ്റെയും നല്ലതാണ് എടുത്തിട്ട് അവര് പ്രാക്ടീസ് ചെയ്യാനാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇതോടുകൂടി ഈ ചാപ്റ്ററും ഇവിടെ തീരുകയാണ്.
അടുത്ത ചാപ്റ്റർ ഫെഡറൽ ഗവൺമെന്റ് ഒക്കെ അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വായിച്ചു വരിക, അപ്പോൾ മനസ്സിലാവും പെട്ടെന്ന്. അല്ലാണ്ട് വേറെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രസിഡൻഷ്യൽ ഗവൺമെന്റ് വളരെ ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു.